ഈയിടെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് വായിച്ച പുസ്തകം അഴീക്കോട് മാഷിൻ്റെ ആശാൻ്റെ സീതാകാവ്യമാണ്. യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്തിൽ ആഴത്തിലുള്ള വിമർശകരോ നിരൂപകരോ ഇല്ലാതെ പോകുന്ന ഒരു സാഹിത്യകാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ആശാൻ്റെ സീതാകാവ്യം വായിക്കുമ്പോഴാണ് കുമാരൻ ആശാൻ്റെ കാവ്യലോകത്തിൻ്റെ കരുത്തും ആഴവും ഒക്കെ ഒരിക്കൽ കൂടി തെളിഞ്ഞു വരുന്നത്. ചിന്താവിഷ്ടയായ സീത എന്ന ഒറ്റ കൃതി മാത്രം മതിയല്ലോ. ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങുകയാണല്ലോ. കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം വായിക്കണമെന്നാണല്ലോ. രാമായണം വായിക്കുമ്പോൾ അതിനോടൊപ്പം ചിന്താവിഷ്ടയായ സീതയുടെ 2 വരി കൂടി വായിക്കേണ്ടത് വളരെ നിർബന്ധമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സീതയിലൂടെ മാത്രമേ, അല്ലെങ്കിൽ സീതായനത്തിലൂടെ രാമായണം പൂർണ്ണമാകൂ എന്നും കാവ്യം രാമായണം കൃഷ്ണം സീതായാശ്ചരിതം മഹത് എന്ന് ആദികവി വാത്മീകി പറഞ്ഞതുപോലെ തന്നെ അതൊരിക്കൽ കൂടി അടിവരയിട്ടുറപ്പിക്കുന്ന, അതിൽ നിന്ന് സീതയെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്ന കൃതിയാണ് ഈ ചിന്താവിഷ്ടയ സീത. യഥാർത്ഥത്തിൽ ഇത്ര മനോഹരമായ ശ്ലോകങ്ങളാണ് അതിലുള്ളത്. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടചാന്തവാടിയിൽ എന്ന് ഞാൻ പഠിച്ചത് 8ാം ക്ലാസ്സിലെ. ഇപ്പോഴത് ഓർക്കുന്നുണ്ട്. ആശാന്റെ കാവ്യലോകത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ. പക്ഷെ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാന ശ്ലോകങ്ങളിലൊക്കെയാണ്. അവിടെയാണ് സീത പൂർണ്ണമാകുന്നത്. അത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുവരെയുള്ള ലോകസാഹിത്യവും ഇനി എഴുതാനിരിക്കുന്ന ലോകസാഹിത്യവും മുഴുവനും നിങ്ങൾ വായിച്ചു തീർത്താലും രാമന്മാർ ഒന്നിലധികം ഉണ്ടായിരിക്കാം, പക്ഷേ ഉണ്ടാകില്ല സീത ഒന്നിലേറെ. അത്ര ശക്തമായൊരു പെണ്ണിനെ അടയാളപ്പെടുത്തിയ കൃതിയാണ് ഈ ആശാന്റെ ചിന്താവിഷ്ടയ സീത എന്ന് പറയുന്നത്. സീതയുടെ ശക്തമായ വാചകങ്ങളുണ്ടല്ലോ. അരുതന്തൈ വീണ്ടും എത്തി ഞാൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുവീടണമെന്നു മന്നവൻ കരുതുന്നോ ശരിപ്പാവയോ ഇവൾ എന്ന് രാമനെ ശക്തമായി വിമർശിച്ച സീതയുള്ളൊരു കൃതിയാണ്. രാമൻ്റെ അവദാനങ്ങളൊക്കെ പാടിപ്പുകഴ്ത്തിയിട്ടും ഒടുവിൽ സീതയുടെ കണ്ണുനീരിൽ അവസാനിക്കുന്ന ഒരു കൃതിയാണ്. അങ്ങനെ ഒരു കൃതി ഒരിക്കലും കവിത എപ്പോഴും അങ്ങനെയാണല്ലോ. കാളിദാസൻ്റെ ഭാഷയിൽ രുദിതാനുസാരി കവി എന്നാണല്ലേ, കരച്ചിലാണ് കവിത. സീതയുടെ കരച്ചിൽ ഒടുങ്ങുന്ന ഒരു കവിത, വളരെ മനോഹരമായ കവിതയാണ്. രാമായണത്തോടൊപ്പം നിർബന്ധമായും വായിക്കപ്പെടണമെന്ന് കരുതുന്ന കൃതിയാണ് ആശാന്റെ ചിന്താവിഷ്ടയ സീത. അതിൻ്റെ അവസാനത്തെ വരി വിജയമാഷ് പറയുന്ന പോലെ മനോഹരമായ വരിയാണ്. വേണ്ട ഖേദമെടോ സുതേ വരികയെന്നോതും മുനീന്ദ്രൻ്റെ കാൽത്തണ്ടാർ നോക്കി നടന്നതോ വദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതെ അന്തികത്തെത്തി ഒന്നനുശയക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി. രാമനെ തീവ്ര ദുഃഖിതനായി, മഹാദുഃഖിതനായി കണ്ട രാമനെ കണ്ട നിമിഷം ഭൂമി പിളർന്ന് ഇല്ലാണ്ടായ സീതയെ അവതരിപ്പിച്ച കൃതി. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ചിന്താവിഷ്ടയായ സീത വായിക്കേണ്ടതാണ്. അത് എല്ലാ കാലത്തും ആവർത്തിച്ച് വായിക്കേണ്ട കൃതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമസ്കാരം.